ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്ത്രീകളിൽ മിക്കവാറും ആളുകൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്. അപ്പോൾ ഈ പീരീഡ്സ് ലൈറ്റായി വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണമാണ് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഹോർമോണിൻ്റെ ഇംബാലൻസ്, അതുപോലെ തന്നെ PCOD, സ്ട്രെസ്സ്, പിന്നെ മെയിനായിട്ട് വരുന്നതിൻ്റെ ബ്ലഡിൻ്റെ കുറവ്. അപ്പം മിക്കവാറും പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമായിട്ടുള്ള റെമഡിയാണിത്. ഇത് കുടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആർത്തവം പുറത്ത് വരും. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ തന്നെ അതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഒന്നുകിൽ നമുക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കുക, അതല്ലെങ്കിൽ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് എടുക്കുന്ന ആ ഒരു സമയത്ത് കുടിക്കട്ടോ. അപ്പോൾ ഇതാ 2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വലിയൊരു പീസ് തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കണ്ടല്ലോ, ഏകദേശം നല്ല വലുപ്പത്തിലുള്ള ഇഞ്ചി തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പട്ട ഇത്രയും വലുപ്പത്തിലുള്ള ഒരു പട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വേണം അതും കൂടെ ഇട്ട് കൊടുക്കാൻ. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നിറയെ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 3 ഐറ്റംസാണ് കേട്ടോ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇനിയിപ്പോൾ അതിലേക്ക് ചെറിയൊരു പീസ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുത്ത് നന്നായിട്ട് തന്നെ അത് വേവിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തത്, ഇനി അത് 1 ഗ്ലാസ് ആയിട്ട് മാറണം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ നേർപകുതി വെള്ളം ആയിട്ട് മാറുന്നവരെ നമുക്കത് അടച്ച് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അധികം ടൈമൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. വേണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പീരീഡ്സൊക്കെ പുറത്ത് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതുകൊണ്ടും പറ്റുന്നില്ല, ബ്ലഡ് കുറവാണ്ടാണ് നമുക്ക് പീരീഡ്സ് വരാതെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരിയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മരുന്ന്. അപ്പോൾ ഉണക്കമുന്തിരി രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കുക, എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ ആ വെള്ളത്തോട് കൂടി തന്നെ കുടിക്കുക. അപ്പോൾ നല്ല എഫക്റ്റ് ആയിട്ടുള്ള മരുന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് ഉപകാരപ്പെട്ടതാണ് എന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ പീരീഡ്സൊക്കെ ആവാത്തവരാണെങ്കിൽ ഈ ഒരു റെമഡി ഉണ്ടാക്കി നോക്കുക. പിന്നെ 1 വീക്ക് മുന്നിലേക്കും 1 വീക്ക് ബാക്കിലേക്കും ഒക്കെ നോർമലാണ് കേട്ടോ. ഈ 1 വീക്ക് വൈകി വരുന്നതും 1 വീക്ക് നേരത്തെ വരുന്നതും പീരീഡ്സ് നോർമലാണ്. അതുകൊണ്ട് ടെൻഷൻ ആവണ്ട. അതിലും കൂടുതലായാൽ മാത്രം ഇതുപോലെ റെമഡീസൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്